ഇതാണോ ക്രിറ്റിക്കലായിട്ട് കൊണ്ടുപോകുന്ന ഒരു പേഷ്യന്റിന് കൊടുക്കേണ്ട ഒരു ഇത്? ജീവനൊരു വിലയില്ലേ ഈ നാട്ടിൽ? നിലവിൽ മന്ത്രി പറഞ്ഞ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തൃപ്തി ഉണ്ടോ? മന്ത്രി അന്വേഷിച്ചിട്ട് അതിന്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല, പരാതി ഇല്ല, കൊടുത്തില്ല. ഒരിക്കലും ആരും ഇവിടെ ഈ മീഡിയക്കാർ വരുന്നതല്ലാതെ എന്നെ ആരും വിളിച്ചിട്ടുമില്ല, ഒന്നുമില്ല. സർക്കാരിൽ നിന്ന് ആദ്യം ഒരു അന്വേഷണം വന്നിട്ടില്ല. ഇപ്പൊ DME അന്വേഷിക്കുമെന്നാണ് പറയുന്നത്, അതിൽ സത്യം പുറത്തു വരും തോന്നുന്നുണ്ടോ? കാര്യം ഇന്നിപ്പോ ഡോക്ടർമാർ വിളിച്ചിട്ട് പറയുന്നതും 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എത്തിച്ചു എന്നൊക്കെയാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത്. 24 മണിക്കൂറാണ് നമ്മൾ പഠിക്കുന്നത്. 2 മണിക്ക് അറ്റാക്ക് വന്നാൽ അടുത്ത 2 മണിയാകുമ്പോഴാണ് 24 മണിക്കൂറാകും. ഞാൻ ആ വാർഡില് 28ാമത്തെ വാർഡില് അഡ്മിറ്റ് ചെയ്യുന്നത് 8:30ക്കാണ്. അങ്ങനെ ആകുമ്പോൾ 24 മണിക്കൂർ ആകുന്നില്ല. അത് മാത്രമല്ല, അവർക്ക് ഒരു കാര്യം ചിന്തിക്കാം, ഈ 28ാമത്തെ വാർഡ് കാർഡിയോ വാർഡ് അല്ലായിരുന്നല്ലോ, വാർഡ് 2 ആണ് കാർഡിയോ. ഞാൻ നോക്കിയിട്ട് അവിടെയാണ് കാർഡിയോളജി സെക്ഷൻ എഴുതി വെച്ചത്, വാർഡ് 2 ആണ്. എന്തുകൊണ്ട് അവർ കാർഡിയോളജിയുടെ വാർഡ് വിട്ടില്ല? അവരുടെ ഭാഗത്തുണ്ടായ വീഴ്ച ഇപ്പൊ നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു അല്ലേ? കാരണം എന്ന് വെച്ചാൽ അവർ എഴുതി വെച്ച മറുപടികളല്ല, അവര് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് എന്തും മാറ്റി പറയാം. മനസ്സിലായോ? അവര് പറഞ്ഞെന്ന് വെച്ചാൽ അവർ ഈ പറഞ്ഞത് ആൻജിയോഗ്രാം തിങ്കളാഴ്ച വന്നിട്ട് പറഞ്ഞ അച്ഛനെന്നാ വിളിച്ചത്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അച്ഛന് തിങ്കളാഴ്ച ആൻജിയോഗ്രാം ചെയ്യാം, ചൊവ്വാഴ്ച എക്കോ എടുക്കാം എന്ന് പറഞ്ഞു. വീണ്ടും അതേ ഡോക്ടർ തന്നെ ചൊവ്വാഴ്ച വന്ന് പറയുന്നു ഇന്ന് വൈകിട്ട് എക്കോ എടുക്കാം, നാളെ ആൻജിയോഗ്രാം എടുക്കാം. ഈ സെയിം ഡോക്ടർ തന്നെയാണ് പറയുന്നത് നാളത്തേക്ക് ബുക്കിങ്ങിനുള്ള എല്ലാ പേഷ്യൻസും വന്നിട്ടുണ്ട്, അതുകൊണ്ട് അച്ഛന് വേറൊരു ദിവസം വെള്ളിയാഴ്ച എടുക്കാം. അന്നേരം വേണോന്ന് ചോദിച്ചു, വെള്ളിയാഴ്ചയും എല്ലാവരും വന്നാലോ എന്ന് ചോദിച്ചപ്പോഴും അത് നമുക്ക് വ്യാഴാഴ്ച എക്കോ എടുത്തിട്ട് അച്ഛന് വേറൊരു ഡേറ്റ് കൊടുക്കാം. ഇതാണോ ക്രിറ്റിക്കലായിട്ട് കൊണ്ടുപോകുന്ന ഒരു പേഷ്യന്റിന് കൊടുക്കേണ്ട ഒരു ഇത്? ജീവനൊരു വിലയില്ലേ ഈ നാട്ടില്? ഇതില് പോലീസ് അന്വേഷിക്കണമെന്നൊരു ആവശ്യമുണ്ടോ? ഈ ഡോക്ടർമാരെയൊക്കെ പ്രതി ചേർക്കണമെന്ന് ആവശ്യമുണ്ടോ? ഡോക്ടർമാര് തീർച്ചയായിട്ടും ഇത് അന്വേഷിച്ചെങ്കിലേ പറ്റൂ. കാരണം ഇനി വേറെ എന്തായാലും എനിക്ക് നഷ്ടം എന്നത്തേക്ക് ഒരു നഷ്ടം തന്നെയാണ്. ഇനി വേറെ ഒരാൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന പല കക്ഷികളും ആവശ്യപ്പെടുന്നത് ഈ ഡോക്ടർമാർക്കെതിരെ കൊലക്കുറ്റം ഉൾപ്പെടെ ചുമത്തണമെന്നാണ്. അങ്ങനെ തന്നെയാണ്? ചുമത്താം, 100% ചുമത്താം. കാരണം ആ മനുഷ്യൻ നിങ്ങൾക്ക് ഇവിടെ ഏത് പരിസരത്ത് നിങ്ങളെ ഈറപ്പള്ളിക്കോട്ടയിലല്ല എവിടെ ചെന്നാലും അന്വേഷിച്ച് നോക്കാം ആ മനുഷ്യൻ എന്ത് നല്ലൊരു വ്യക്തിയാണെന്നുള്ളത്. എന്തായാലും നീതി ലഭിക്കും വരെ പോരാടം തന്നെയാണ്.